സ്മൃതി ചാർത്തും ചുംബനത്താൽ മോഹമാം നാദം സ്മൃതി മീട്ടും മൺവിപഞ്ചിയിൽ ഇന്നുയിർക്കുന്നു. സാന്ധ്യ സൗവർണ്ണ കാന്തി നീരാടുമേ ആഴിയിൽ താന്തനായി ദീനപാന്ധനാം സൂര്യനും താണുവോ കണ്ണീർ വാർത്തു നിൽക്കും മണ്ണിൻ സ്നേഹതാപം മഞ്ഞിൽ കണ്ണു ചിമ്മും മന്ദാരങ്ങളായി ഇരുളിൻ ഗുഹാമുഖത്തിൽ ഇനിയും പ്രഭാതമെത്തും. ജനിയോ മൃതിയോ നീടുന്നൊരുവിൽ യാത്രയോതുന്ന വാക്കുരെ തിങ്ങലായി മാഞ്ഞുവോ താഴ്ത്തിടും ദീപനാളമായി നീർത്തുവിൻ തിങ്കളും കാറ്റോ തൊട്ടിലാട്ടും പാട്ടോ സ്നേഹലോലം ഓമൽ തിങ്കളിനായി പാടും പക്ഷിയേതോ നിറയും നിലാക്കുടം പോ വളരൂ കുരുന്നു പോ ജനിയോ മൃതിയോ നീടും നിന്നൊടുവിൽ പറയൂ നിന്നംസഗാനം പാടി പോവുന്നതെങ്ങോ നീ ഒടുവിൽ പാഴ്മണ്ണിൽ വീഴാൻ മാത്രം ഈ സ്നേഹബന്ധങ്ങൾ മൃതി ചാർത്തും ചുംബനത്താൽ മോഹമാം നാദം സ്മൃതി മീട്ടും മൺവിപഞ്ചിയിൽ ഇന്നുയിർക്കുന്നു. ജഡ്ജസ്, ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചോട്ടെ? ഞങ്ങളാണ് ചോദിക്കേണ്ടത്. ചോദിച്ചു തുടങ്ങാം. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയോ? ഇത് പവിത്രം എന്ന് പറഞ്ഞ മൂവിയിലുള്ള സോങ് ആണ്. മ്യൂസിക് ഡയറക്ടറുടെ പേര് ലാസ്റ്റ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഒ എൻ വി സാറാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. പാട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ശരത് സാറാണ്. ഇതിനായിരുന്നു. പിന്നെ KS ചിത്ര മാം, അതുപോലെ KJ യേശുദാസ് സാറും ഇത് പാടിയിട്ടുണ്ട്. വേറൊരാളുടെ കൂടെ ശബ്ദമല്ലേ ഇതില്? ശ്രീനിവാസ് സാറാണ് ഇതിൽ ഹമ്മിങ് പാടിയിട്ടുള്ളത്. നമുക്ക് അതിന്റെ മ്യൂസിക് കമ്പോസറോട് തന്നെ ആദ്യം ചോദിക്കാം. ആക്ച്വലി അദ്ദേഹത്തോട് മാത്രം ചോദിച്ചാൽ മതി. ശരത് സർ, അർച്ചന, ഈ ഒരു പാട്ട് എടുത്തുകൊണ്ട് വന്നതിൽ കുറേ സന്തോഷം അർച്ചന.
കാര്യം ഇത് എനിക്ക് തോന്നുന്നു അധികം ആരും കേട്ടിട്ടില്ല ഈ ഒരു പവിത്രം എന്ന ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായത് ശ്രീരാഗമോ പിന്നെ അണ്ണാച്ചി പാടിയ വാലിന്മേൽ പോവും. അപ്പം ഇത് എനിക്ക് കുറേ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും ഈ രാഗത്തിലില്ലാത്ത നോട്ട്സൊക്കെ മാക്സിമം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അറിയാണ്ട് എവിടാന്നറിയാമോ? പല്ലവിയില് മൃതി ചാർത്തും. ആ വണ്ടർഫുൾ വണ്ടർഫുൾ. സൂപ്പർ. ഒന്ന് വേടാ, നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് വായിക്കാമോ? അത് ആ ലൈൻ ഒന്ന് പാടാമോ? മൃതി ചാർത്തും ചുംബനത്താൽ മോഹമാം നാദം. നൈസ് നൈസ്, അത്രേ ഉള്ളൂ. എന്നുള്ളത് അത് ആ രാഗത്തിലല്ലോ. അപ്പം അതൊക്കെ എനിക്ക് ഞാൻ ആസ് എ കമ്പോസർ ഞാനാണ് അതൊക്കെ കൂടുതൽ രസിക്കുന്നത്. കാരണം അങ്ങനെയാണ് അത് ഞാൻ കൺസീവ് ചെയ്തത്. അതുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുമാണ്. പിന്നെ രണ്ടുപേരും ഇപ്പോൾ ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട്, ദാസേട്ടൻ പാടിയിട്ടുണ്ട്. രണ്ടുപേരും ഒരു ട്യൂണാണ് പാടിയെങ്കിലും രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന റെൻഡറിങ് ആണ്. അത് പറയാതിരിക്കാൻ വയ്യ. ദാസേട്ടൻ ഒരു നിവൃത്തിയില്ല, ചിത്ര ചേച്ചി ഒരു നിവൃത്തിയില്ല. അപ്പോൾ അത് ഇവരെ രണ്ടുപേരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു. പിന്നെ നന്നായിട്ട് പാടി അർച്ചന. സൂര്യനും താണു, അതൊന്ന് പാടാമോ? സാന്ധ്യ സൗവർണ്ണ കാന്തി നീരാടുമീയാഴിൽ താന്തനായി ദീന പാന്തനാം സൂര്യനും താണു. വെരി ഗുഡ് വെരി ഗുഡ്. ആ സൂര്യനും ആയിരുന്നു നോക്കിയത് ഞാൻ. ബാക്കിയൊക്കെ നന്നായിരുന്നു അർച്ചന. ചേട്ടാ ഇത് ഈ ഒരു പേടി എവിടെയോ തുള്ളിക്കളിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തിനായിരുന്നു ഈ പാട്ട്? എന്തിനാ പിന്നെ ഇത് എടുത്തത്? വേറെ പാട്ടില്ലല്ലോ. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേട്ടപ്പോൾ മുതൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പാടുമ്പോൾ സാറിന്റെ മുന്നിലാണല്ലോ. ഇത് നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര 3-4 മാസമായി. എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞ് ഞാൻ പറയാൻ വന്ന് നിൽക്കാമായിരുന്നു. ഇപ്പം എന്നെ കണ്ട് പേടിക്കുന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അതൊക്കെ അർച്ചന നല്ല എന്താ പറയുക, എനിക്കിഷ്ടമായി അർച്ചന പാടിയത്. താങ്ക് യു സർ. ചേച്ചി അർച്ചനക്കുട്ടി, മാം, കമോൺ എവരിബഡി തന്നെയായി. നന്നായി പാടി. ഒന്നാമത് സാറിന്റെ പാട്ട് ബുദ്ധിമുട്ടാണ്. ഈ പാട്ടൊക്കെ എടുത്ത് പാടാന്ന് പറയുന്നത് അത് മോള് നന്നായിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്തു. ഇങ്ങനത്തെ പാട്ടുകൾ അറ്റംപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നമുക്ക് ലൈഫിൽ പഠനത്തിന് വെക്കാവുന്ന കുറച്ച് പാട്ടുകളാണ് ഇങ്ങനത്തെ പാട്ടുകൾ. അപ്പം അത് നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. എനിക്ക് തോന്നിയ അതേ കാര്യമാണ്. അർച്ചന ഇതിനേക്കാളും നന്നായിട്ടൊക്കെ പാടും. ചുമ്മാ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, ഒരു പേടി, കുറച്ചുകൂടി ക്ലിയർ ആവായിരുന്നു എന്ന് തോന്നി എനിക്ക്. മോള് പാടുന്നൊക്കെ ബ്യൂട്ടിഫുൾ ആവുന്നുണ്ട്. പക്ഷെ ആ ചില നോട്ട്സ് ഉണ്ടല്ലോ, ഇപ്പം സാറിൻ്റെ കോമ്പോസിഷൻസിൽ ഈ ക്രൊമാറ്റിക് പോലത്തെ സംഭവങ്ങൾ വരുമ്പോഴും പിന്നെ ഇതുപോലത്തെ ഇങ്ങനത്തെ പാട്ട് ഈ രാഗത്തിലൊക്കെ വരുമ്പോൾ അത് ആ നോട്ട്സിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരുമ്പോൾ നമുക്ക് ആ ഒരു ഓപ്പൺനെസ് ഫീൽ ചെയ്യും, ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും. അത് മാത്രമാണ് എനിക്ക് തോന്നിയത്. താഴത്തെ നോട്ട്സ് പാടുമ്പോഴത്തേക്കും മോൾക്ക് അത് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല, വോയിസ് ഓപ്പൺ ആവുന്നില്ല. അപ്പം അതൊന്ന് ശരിയാക്കിയെടുക്കാം. ഈ ഭയം ഒന്ന് മാറ്റിയാൽ തന്നെ പകുതി പ്രശ്നം തീരും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായിരുന്നു, നൈസ് സെലക്ഷൻ. താങ്ക് യു ചേച്ചി. MG സർ. അർച്ചന, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ബ്യൂട്ടിഫുൾ സോങ് പറയേണ്ട കാര്യമില്ല. അണ്ണാച്ചിയുടെ പാട്ടാണ്. മോക്ക് നല്ലൊരു ശബ്ദമുണ്ട്, നല്ല റേഞ്ച് ഉണ്ട്, ബേസ് ടോൺസ്. ഇത് ദാസേട്ടനൊക്കെ പാടുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം, ആ ബേസ് ടോണൊക്കെ വരുമ്പോൾ. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് സംഗതികൾ, അതിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ ചില ക്രൊമാറ്റിക് നോട്ട്സ് വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് ഈ കണ്ണീർ വാർന്നു നിൽക്കും, അതൊന്ന് പാടാവുന്നു. കണ്ണീർ വാർത്തു നിൽക്കും, അവിടെ വിബ്രാറ്റോ ഇല്ല, പാടിക്ക്. കണ്ണീർ വാർത്തു നിൽക്കും, മണ്ണിൻ സ്നേഹതാപം, അവിടെ ശ്രുതി. മണ്ണിൻ സ്നേഹതാപം, സ്നേഹതാപം. കറക്റ്റ്. അതുപോലെ തന്നെ ഓമൽ തിങ്കൾ ആ ചരണത്തിൽ ആ ഒരു പോർഷൻ, ഈ 2 പോർഷനാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. ഒന്ന് പാടാവോ? ഓമൽ തിങ്കളിൽ കറക്റ്റ്. ഇതുപോലത്തെ കുറച്ച് സ്ഥലങ്ങളാണ്. എങ്കിലും ഇത് പാടാൻ പ്രയാസമുള്ളൊരു പാട്ടാണ്. നമ്മൾ നന്നായിട്ട് തന്നെ പാടി കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പേടിക്കാതെ തന്നെ പാടുക. അണ്ണാച്ചി പാവമാണ്.
അണ്ണാച്ചിയുടെ പാട്ടുകൾ ഭാവമല്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. അർച്ചന സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് തോന്നിയത് ഒരു എക്സസ് എമൗണ്ട് ഓഫ് വിബ്രാട്ടോ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ പേടി കാരണം വന്നതാണോ ടെൻഷൻ കാരണം വന്നതാണോ എന്നുള്ളത് അത് യു ഹാവ് ടു ഫിക്സ്. അത് നമ്മളിപ്പം ഇതുപോലത്തെ അവസരങ്ങൾ ഇനിയും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പതറാതെ നിന്ന് പോരാടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ആ ഒരു എക്സസ് വിബ്രാട്ടോ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. പിന്നെ ഒരു ഉഗ്രൻ കോമ്പോസിഷൻ, വേറെ ഒന്നും പറയാനില്ല ഈ മനുഷ്യനെ പറ്റിയിട്ട്. എനിക്ക് ആ പല്ലവിയിൽ അർച്ചന തുടങ്ങിയത് എന്താണ് പാടിയതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇപ്പം ടെക്നിക്കലി സ്പീക്കിംഗ് മൈക്ക് പ്ലേസ്മെന്റ് നമുക്ക് ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ മോളെ, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. മോളെ ഷാൻ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ പറയാനിരുന്ന, കാരണം ആ മൈക്ക് മോൾ ഒരുപാട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് ഒരു ഒന്നകത്തി ഒന്ന് ഒരു വരി ഒന്ന് പാടി. പല്ലവി ഡിസ്റ്റൻസ് ഒരു ജസ്റ്റ് ഇത്രയും പറയൂ നിൻഹംസഗാനം Close. പാടി. യെസ്, അങ്ങനെ അങ്ങനെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് നോക്കണം കേട്ടോ. അത്രേ ഉള്ളൂ അർച്ചന, നന്നായിട്ട് തന്നെ പാടി. യു ആർ എ വെരി വേഴ്സറ്റൈൽ സിംഗർ. എല്ലാ ടൈപ്പ് പാട്ടുകളും പാടാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്, കീപ് ഇറ്റ്. താങ്ക് യു All സർ. the താങ്ക് യു. ഇതിന്റെ ഇടയെ കൂടെ ആ. ആരും അറിയാതെ ഒരു നിഴലുണ്ടായിരുന്നു. സഞ്ജയ്. അയ്യോ ശരിയാ, അയ്യോ. സഞ്ജയ് ലീല ബൻസാലി. അയ്യടാ. സഞ്ജയ് അടിപൊളിയായിരുന്നടാ. ഒരുപാട് ഹമ്മിങ് ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട്. പക്ഷെ നന്നായി പാടി മോനെ. നന്നായിരുന്നു. പ്രത്യേകിച്ച് ഈ സിംഗിങ്ങിന്റെ ഇടയിൽ കൂടെ വരുന്ന ഹമ്മിങ് ആണ് കോംപ്ലിക്കേറ്റഡാ അത്. എതൊക്കെ സർ. സാറും വന്ന് പാടാൻ നല്ലോണം പേടിയുണ്ടായിരുന്നു. സാറും വന്ന് പാടാൻ അതിന് എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ മൊത്തം ഭയപ്പെടുത്തുന്ന ഒരു ഭീകരൻ. ഇത്ര പാവമായിട്ടുള്ള ഞാന്. സാർ ഹാപ്പി ആയില്ലേ? ഓക്കെ, മാച്ച് ചോദിക്കാം. ശരത് സർ. അർച്ചന 8.3 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ശരത് സർ. ചേച്ചി. അർച്ചന 8.3 മാർക്സ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. എം ജി സർ. 8.4. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. ഷാനിക്ക. ദേ കിടക്കുന്നു. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. സോ ടോട്ടൽ 25. താങ്ക് യു. Nipa maga